ചില സമയത്ത് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഈസാണോ ഉപയോഗിക്കേണ്ടത് അതോ ആറാണോ ഉപയോഗിക്കേണ്ടത് സംശയം ഉണ്ടാവും. ഈ സംശയം ഉണ്ടാവാനുള്ള കാരണം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് കറക്റ്റായിട്ട് മനസ്സിൽ ആവാതെ നമ്മൾക്ക് ഈസാണോ ആറാണോ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം സിംഗുലർ ആണെങ്കിൽ നമ്മൾക്കറിയാം ഈസാണ് ഉപയോഗിക്കേണ്ടത്, ഇനി പ്ലൂറൽ ആണെങ്കിൽ നമുക്കറിയാം ആറാണ് ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അയ്യോ ഇത് സിംഗുലർ ആണോ അതോ പ്ലൂറൽ ആണോ. അപ്പോഴാണ് നമ്മുടെ കൺഫ്യൂഷൻ സത്യത്തിൽ ഈസിനും ആറിനും മേലെ പോകുന്നത് തന്നെ. ഇതിനെന്താണ് വഴി? അപ്പോൾ ഇത് ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. എവരിബഡി ഈസ് റെഡി. എവരിബഡി ഈസ് റെഡി. ഇവിടെ എവരിബഡിക്ക് ഈസ് ആണ് പറഞ്ഞത്. എല്ലാവരും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എവരിബഡി ഉപയോഗിക്കുന്നത്. അതിനെ മനസ്സിലാക്കി വെക്കുക, എവരിബഡി എന്നുള്ളത് സിംഗുലർ ആണ് എന്ന് അങ്ങ് മനസ്സിൽ ധരിച്ചു വെക്കുക. അപ്പോൾ ഈ സംശയം ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും എവരിബഡിക്ക് ശേഷം നമ്മൾ ആർ ഉപയോഗിക്കില്ല, അത്ര തന്നെ. എവരിബഡി, അതുപോലെ തന്നെ എവ്രി വണ്ണും അതുപോലെ തന്നെയാണ്, എവരിബഡി പോലെ തന്നെ സിംഗുലർ ആണ് എന്ന് മറ്റുള്ള ഒരു നിയമത്തിലേക്കും ഗ്രാമറിന്റെ പോകാതെ എവരിബഡി എവ്രി വൺ എന്നുള്ളത് സിംഗുലർ ആണ് എന്ന് ഓർമ്മിച്ച് വെച്ചാൽ അപ്പോൾ പിന്നെ ഏതാണ് ഉപയോഗിക്കേണ്ടത്, ഈസാണോ ആറാണോ എന്നുള്ളതിന് സംശയമില്ലല്ലോ. എവരിബഡി ഈസ് റെഡി, എവരി വൺ ഈസ് റെഡി. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കാനുള്ളത് രണ്ടും സിംഗുലർ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സംബഡി സമ്മൺ എന്നൊക്കെ പറയുമ്പോഴും ഇത് സിംഗുലർ ആണ് എന്ന് ഓർമ്മിച്ച് വെക്കുക. ഗ്രാമറിന്റെ നൂലാമാലകളിലേക്ക് പോവാതെ സംബഡി സമ്മൺ എന്നുള്ളതും സിംഗുലർ ആണ്. അപ്പോൾ അതിനുശേഷം ഈസ് ഉപയോഗിക്കുക, ആർ ഉപയോഗിക്കാതെ ഈസ് ഉപയോഗിക്കുക എന്ന് പൊതുവെ അങ്ങ് ധരിച്ചു വെച്ചാൽ മതി. പിന്നെ കൂടുതൽ ഗ്രാമറിന്റെ ഡെഫിനേഷനിലേക്ക് ഒന്നും പോകാതെ ഉപയോഗിക്കുക, ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് ബഹുവചനം ഇല്ല. എക്യുപ്മെന്റിന് എക്യുപ്മെന്റ്സ് ആർ റെഡി ഫോർ യൂസ് എന്നൊരു സെന്റൻസ് ആണ്. ആൾ എക്യുപ്മെന്റ്സ് ആർ റെഡി ഫോർ യൂസ്. എക്യുപ്മെന്റ്സിന് ശേഷം ഞാൻ ആറാണ് ഉപയോഗിച്ചത്. തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. എക്യുപ്മെന്റ്സ് ഒന്നാമത് അതിന് പ്ലൂരൽ ഇല്ല എന്നാണ് മനസ്സിലാക്കി വെക്കുക. അപ്പോഴെന്താവും? സിംഗുലർ ആവും. സിംഗുലർ ആകുമ്പോൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഈസ്. അപ്പോൾ ഓൾ എക്യുപ്മെന്റ് ഈസ് റെഡി ഫോർ യൂസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓൾ എന്നൊക്കെ വരുന്നുണ്ടെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട. എക്യുപ്മെന്റിന് പ്ലൂരൽ ഇല്ല, അത് സിംഗുലർ ആണ് എന്നുകൊണ്ട് പാറയിൽ കൊത്തി വെച്ച പോലെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. അപ്പോൾ എക്യുപ്മെന്റിന് ശേഷം എന്താണ് ഉപയോഗിക്കേണ്ടത്? ഈസ് എന്നാണ്. അപ്പോൾ എക്യുപ്മെന്റ് ഈസ് റെഡി ഫോർ യൂസ് എന്നാണ് അങ്ങനെ വരേണ്ടത്. ഓൾ എക്യുപ്മെന്റ് ഈസ് റെഡി ഫോർ യൂസ്. ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓൾ എക്യുപ്മെന്റ് ഈസ് റെഡി ഫോർ യൂസ്. എക്യുപ്മെന്റിന് ശേഷം എക്യുപ്മെന്റ്സ് ഇല്ല, പ്ലൂറൽ ഇല്ല, എക്യുപ്മെന്റ് ആണുള്ളത്. അപ്പോൾ ഓൾ എക്യുപ്മെന്റ് ഈസ് റെഡി ഫോർ യൂസ്. എല്ലാ എക്യുപ്മെന്റും ഉപയോഗിക്കാൻ തയ്യാറാണ്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന്. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷനും നിങ്ങൾ ഗ്രാമറിന്റെ നൂലാമാലകളിലേക്ക് പോവാതെ ഇൻഫർമേഷൻ എന്നുള്ളത് സിംഗുലർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഫർമേഷൻസ് എസ് ഇല്ല, പ്ലൂറൽ ഇല്ല, അതിന് ബഹുവചനം ഇല്ല. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസ് ആർ ഫേക്ക് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾ ഇൻഫർമേഷൻസ് ആർ ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇൻഫർമേഷൻസ് ഇല്ല. അപ്പോൾ ഓൾ ഇൻഫർമേഷൻ ഈസ് ഫേക്ക്. ഓൾ ഇൻഫർമേഷൻ ഈസ് ഫേക്ക്. ഇൻഫർമേഷന് ശേഷം ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്ലൂറൽ ഇല്ല, എസ് ചേർക്കാൻ അതിൻ്റെ കൂടെ പാടില്ല. എക്യുപ്മെന്റിനെ പോലെ തന്നെയാണ്. ഇതാണ് നിങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുക. അതിന്റെ നിയമം ഗ്രാമറിലേക്കൊന്നും പോകണ്ട. ഇൻഫർമേഷൻ അൺകൗണ്ടബിൾ നൗൺ ആണ്, ഇങ്ങനെ നിയമങ്ങളുണ്ട്, അതിലൊന്നും പോയി കൺഫ്യൂസ് ആവണ്ട. ഇതിനെ ഇതാണ് എന്ന് ധരിച്ചു വെക്കുക, ഇത് സിംഗുലർ ആണെന്ന് ധരിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ന്യൂസ്. എല്ലാ ന്യൂസും വ്യാജമാണ്. ന്യൂസ് വ്യാജമല്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഓൾ ന്യൂസ് ആർ ഫേക്ക്. ഓൾ ന്യൂസ് ആർ ഫേക്ക്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനാണ് ഞാൻ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ശരിയായിട്ടുള്ള പറയുന്നത്? ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾ ന്യൂസ് ആർ ഫേക്ക് എന്ന് പറയുമ്പോൾ ഓൾ ന്യൂസ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണ്, പ്ലൂറൽ അല്ല. ന്യൂസ്, വാർത്തകൾ. നമ്മൾ മലയാളത്തിൽ ചിലപ്പോൾ പ്ലൂറലും സിംഗുലറും ഉണ്ടായിരിക്കാം വാർത്ത എന്നുള്ളതിന്, പക്ഷെ ഇംഗ്ലീഷിലില്ല. അപ്പോൾ ഓൾ ന്യൂസ് ഈസ് ഫേക്ക് എന്നാണ് പറയേണ്ടത്, ആർ ഫേക്ക് എന്നല്ല പറയേണ്ടത്. ഓൾ ന്യൂസ് ഈസ് ഫേക്ക്. എല്ലാ വാർത്തയും വ്യാജമാണ് എന്നുള്ളത്. സത്യത്തിൽ വ്യാജമല്ല, നമ്മൾക്കൊരു സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം. ഓൾ ന്യൂസ് ഈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ന്യൂസിന് ശേഷം ആറൊന്നും ഉപയോഗിക്കരുത്. ന്യൂസ് കണ്ടിട്ട് ബഹുവചനാണ് എന്ന് വിചാരിച്ചിട്ട് ആറ് ഉപയോഗിക്കരുത്. ഓൾ ന്യൂസ് ഈസ് ഫേക്ക്. ഇതുപോലെ തന്നെ വേറെയുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ ബഹുവചനാണെന്ന് തോന്നും, പക്ഷെ സത്യത്തിൽ അത് ബഹുവചനമല്ല. നമ്മൾ മാത്സ് എന്ന് പറയാറുണ്ട്, മാത്തമാറ്റിക്സ്, മാത്സ് എന്ന് പറയാറുണ്ട്. ഇതും പ്ലൂറൽ അല്ല, ഇത് സിംഗുലർ ആണ്, ഏകവചനമാണ്. അപ്പോൾ അത് വരുമ്പോഴും നമ്മൾ ഈസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്.
അതേപോലെ തന്നെ നമ്മൾ ഇക്കണോമിക്സ് എന്ന് പറയാറുണ്ട്. ഇക്കണോമിക്സ് അതിൽ എസ് ഉള്ളത് കൊണ്ട് നമ്മൾ ധരിച്ചു വെക്കും ഇതൊരു പ്ലൂറലാണ്, ബഹുവചനമാണ്. അപ്പോൾ ഇക്കണോമിക്സിന് ശേഷം നമ്മൾ ആർ ഉപയോഗിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു നിയമവുമില്ല. ഇക്കണോമിക്സ് എന്നുള്ളത് സിംഗുലറാണ്, ഏകവചനമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. മാത്തമാറ്റിക്സിലത്തെ പോലെ തന്നെ മാത്തമാറ്റിക്സ് അതിൽ എസ് ഉള്ളത് കൊണ്ട് എസ് ഉള്ളതൊക്കെ പ്ലൂരലാണ് എന്ന് നമ്മൾ ധരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ എസ് ചേർത്തിട്ട് പ്ലൂരൽ ഉണ്ടാക്കുന്ന ഒരു നിയമമുണ്ട്. വാക്കുകൾക്ക് കൂടെ എസ് ചേർത്തിട്ട് പ്ലൂരൽ ഉണ്ടാക്കും. പക്ഷേ ഇവിടെ ഈ മാത്തമാറ്റിക്സിന് കൂടെ അങ്ങനെ പ്ലൂരൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എസ് ചേർത്തിട്ടുള്ള എസ് അല്ലാത്. അത് അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്, മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്നുള്ളത് പ്ലൂരൽ അല്ല, ബഹുവചനമല്ല, ഏകവചനമാണ്. അപ്പോൾ അതിനുശേഷം ഈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഇക്കണോമിക്സ് എന്നുള്ളതും പ്ലൂരൽ അല്ല, സിംഗുലറാണ്. അപ്പോൾ അതിനുശേഷവും നമ്മൾ ഈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് മനസ്സിലാക്കി തെറ്റാതെ ഉപയോഗിക്കുക. താങ്ക് യു.